MA സോഷ്യോളജിയിലെ ഒരു പേപ്പറാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഈ ഭാഗത്ത് നിന്ന് ഹെർബർട്ട് സ്പെൻസറിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇവിടെ. ചോദ്യം എങ്ങനെയാണ്? ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ ടു സോഷ്യൽ എവല്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ പരിണാമം, സാമൂഹ്യ മാറ്റം എന്നീ വിഷയത്തെ സംബന്ധിച്ച് ഹെർബർട്ട് സ്പെൻസർ എന്ന ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തുക. സമൂഹം പരിണമിക്കുകയാണ്, പരിണമിച്ചുണ്ടാവുകയാണ്. ജീവപരിണാമത്തെക്കുറിച്ച് ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ തന്നെ സങ്കീർണ ഘടനയിൽ നിന്ന് ഉള്ള ജീവികളിൽ നിന്ന്, ലളിതഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികൾ പിൽക്കാലത്ത് രൂപപ്പെടുന്നത് പോലെ സമാനമായ സ്വഭാവമുള്ള ഒരു ദ്രവ്യപിണ്ഡത്തിൽ നിന്ന് സങ്കീർണമായ വൈവിധ്യമാർന്ന സ്വഭാവമുള്ള ഒന്നിലേക്ക് മാറ്ററും കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് എന്ന ഫിസിക്കൽ ഇവല്യൂഷൻ തിയറി ഹെർബർട്ട് സ്പെൻസർ മുന്നോട്ട് വെച്ചു. സമൂഹത്തിൽ ഈ പരിണാമം എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നും അദ്ദേഹം വിശകലനം ചെയ്തു. ഹെർബർട്ട് സ്പെൻസർ ഈസ് നോൺ ഫോർ കോയിനിങ് ദ ഫ്രേസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അനുകൂലമായവയെ മാത്രം സർവൈവ് ചെയ്യുന്നു എന്നുള്ള തിയറി മുന്നോട്ട് വെച്ചത് ഹെർബർട്ട് സ്പെൻസറാണ്. ഒരുപക്ഷെ ഇതേ ആശയം ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന് മുൻപേ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ അത് ജീവപരിണാമത്തെ സംബന്ധിച്ചാണ്, സമൂഹത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചല്ല പറയുക. ഡെവലപ്പിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഡാർവിനിസം. ചാൾസ് ഡാർവിൻ പറഞ്ഞ ഇതേ സിദ്ധാന്തം തന്നെ സോഷ്യോളജിയിൽ ആവിഷ്കരിക്കുമ്പോൾ സോഷ്യൽ ഡാർവിനിസം എന്ന പേരിലാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള സോഷ്യോളജിസ്റ്റ് അതിന് പേര് നൽകിയത്. ആൻഡ് അപ്ലൈയിങ് ഇവല്യൂഷണറി തിയറി ടു സോഷ്യോളജി ആൻഡ് ഫിലോസഫി. ഓർമ്മിക്കുക, ജീവപരിണാമ സിദ്ധാന്തം ഒരേ സമയം സമൂഹശാസ്ത്രത്തിലും തത്വചിന്തയിലും അദ്ദേഹം പ്രയോഗിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത്. സോഷ്യൽ ചേഞ്ചിനെ സംബന്ധിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്, നമുക്കറിയാം. ഇവല്യൂഷണറി തിയറി ഉണ്ട്, കോൺഫ്ലിക്റ്റ് തിയറി, കാൾ മാർക്സിനെ പോലുള്ള ആളുകൾ പറഞ്ഞ സംഘർഷ സിദ്ധാന്തം, സൈക്ലിക്കൽ തിയറി ഉണ്ട്, അർണോൾഡ് ജെ ടോയിൻബിയെ പോലുള്ളവർ പറഞ്ഞത്, ഫങ്ഷണാലിസ്റ്റ് തിയറി ഉണ്ട്, ടാൽക്കോട്ട് പാഴ്സനെ പോലുള്ളവർ പറഞ്ഞത്. ഇതിൽ ഇവല്യൂഷണറി തിയറിയാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പരിണാമ സിദ്ധാന്തപരമായ ചില ആശയങ്ങൾ. ഹി വ്യൂഡ് സൊസൈറ്റി ആസ് ആൻ ഇവോൾവിങ് ഓർഗാനിസം. സമൂഹം ഒരു സാവകാശത്തിൽ പരിണമിച്ചുണ്ടാകുന്ന ഒന്നാണ് എന്നാണ് സമൂഹത്തെ ഹെർബർട്ട് സ്പെൻസർ നോക്കിക്കണ്ടത്. വിത്ത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ദാറ്റ് ഇൻട്രാക്ട് ടു എൻഷുർ ഫങ്ഷണാലിറ്റി. സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംവിധാന ക്രമീകരണങ്ങളോ ഒക്കെ ഉണ്ടെന്നും അവയെല്ലാം ഒത്തുചേർന്നാണ് സമൂഹം ഒന്നിച്ച് ഒരു യന്ത്രം കണക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നും ഈ വിവിധങ്ങളായ ഭാഗങ്ങൾ തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ട് എന്നും ആ ഇൻ്ററാക്ഷനാണ് സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ്, പരസ്പര പ്രതിപ്രവർത്തനങ്ങളാണ് സമൂഹത്തിൻ്റെ ഈ ഫങ്ഷണാലിറ്റി അഥവാ പ്രവർത്തനക്ഷമതയെ ഉറപ്പുവരുത്തുന്നത് എന്നും ആണ് ഹെർബർട്ട് സ്പെൻസർ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. ആൻഡ് ഹി ഈസ് ഓഫൺ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സ്ഥാപകന്മാരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അഗസ്റ്റ് കോംത് നമുക്കറിയാം, ഫ്രഞ്ചുകാരനാണ്. 1798 അദ്ദേഹം ജനിച്ചത്. അഗസ്റ്റ് കോംതിനെയാണ് നമ്മൾ സോഷ്യോളജിയുടെ പിതാവ് എന്ന പേരിൽ പ്രധാനമായും വിളിക്കുന്നത്. എങ്കിലും സോഷ്യോളജി എന്ന പേര് അതിന് നൽകിയത് അഗസ്റ്റ് കോംത് തന്നെയാണെങ്കിലും രണ്ടാമത് ഒരു സോഷ്യോളജിസ്റ്റ് പിന്നീട് അതേ സോഷ്യോളജി എന്ന പേരിൽ സമൂഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് അതിശക്തമായ രീതിയിൽ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസറാണ്. സോ Herbert Spencer has put forward some original and novel ideas about social evolution. സമൂഹത്തിൻ്റെ ഈ പരിണാമത്തെക്കുറിച്ച് തൻ്റെ സ്വന്തമായ ചിന്തയിൽ ഉയർന്നു വന്നതും എന്നാൽ പുത്തനായതുമായ കുറേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു ഹെർബർട്ട് സ്പെൻസർ. ഒറിജിനൽ ഐഡിയാസ് ആയിരുന്നു. എന്താണ് ഒറിജിനൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് ഒരാളും അത്തരം ഒരാശയം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നർത്ഥം. അദ്ദേഹമാണ് ആദ്യമായിട്ട് ആ ആശയം മുന്നോട്ട് വയ്ക്കുന്ന അർത്ഥം. അതുകൊണ്ട് ഹെർബർട്ട് സ്പെൻസറുടെ ആശയങ്ങൾ ഒറിജിനലായിരുന്നു, നോവലായിരുന്നു. എമംഗ് ദ തിയററ്റീഷ്യൻസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹ്യ പരിണാമത്തെക്കുറിച്ച്
സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുള്ള സൈദ്ധാന്തികന്മാരുടെ കൂട്ടത്തിൽ സ്പെൻസർ ഒക്കുപൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഹെർബർട്ട് സ്പെൻസറിന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ഹി ഹാസ് പുട്ട് ഫോർവേഡ് ഹിസ് വ്യൂസ് ഇൻ എ സ്പെഷ്യൽ ആൻഡ് പെക്യൂലിയർ മാനർ. തൻ്റെ കാഴ്ചപ്പാടുകൾ പ്രത്യേകമായ, സവിശേഷമായ, വിചിത്രമായ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. He has tried to explain the phenomenon of social evolution in the background of physical and biological evolution. ഭൗതിക പരിണാമത്തിൻ്റെയും ജീവശാസ്ത്ര പരിണാമത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് തൻ്റെ സോഷ്യൽ എവല്യൂഷൻ എന്ന പ്രതിഭാസത്തെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. ആൻഡ് ഹാസ് ബേസ്ഡ് ഹിസ് തിയറി ഓൺ ദീസ്. തൻ്റെ സിദ്ധാന്തത്തിനെ അടിസ്ഥാനമായി അദ്ദേഹം ഈ രണ്ട് സിദ്ധാന്തങ്ങളെ, ഫിസിക്കൽ എവല്യൂഷനെയും ബയോളജിക്കൽ എവല്യൂഷനെയും കണ്ടു എന്നതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ദെർഫോർ, അതുകൊണ്ട് ഇൻ ഓർഡർ ടു അപ്രീഷിയേറ്റ് സ്പെൻസേഴ്സ് തിയറി, ഹെർബർട്ട് സ്പെൻസറുടെ ഈ തിയറി നമുക്ക് വിശദമായി അതിനെ ഉൾക്കൊള്ളാനും ഗ്രഹിച്ച് അതിനെ സ്തുതിക്കാനും കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫിസിക്കൽ എവല്യൂഷൻ തിയറിയും ബയോളജിക്കൽ എവല്യൂഷൻ തിയറിയും എന്താണെന്നാണ്. വി നീഡ് ടു ലേൺ ഹിസ് തിയറീസ് ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻ. എന്താണ് അദ്ദേഹം പറഞ്ഞ ഫിസിക്കൽ എവല്യൂഷൻ തിയറി, ബയോളജിക്കൽ എവല്യൂഷൻ തിയറി? നമുക്ക് നോക്കാം. തിയറി ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ. ഇൻ പ്രസൻറ്റിംഗ് ഹിസ് തിയറി ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ, സ്പെൻസർ ഹാസ് ഡിവൈഡഡ് ദ യൂണിവേഴ്സ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. തൻ്റെ ഭൗതിക പരിണാമ സിദ്ധാന്തം പ്രപഞ്ചം എന്ന ഭൗതികാവസ്ഥയിൽ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തെ രണ്ട് സെഗ്മെൻറ്റുകളായിട്ട് അദ്ദേഹം വേർതിരിച്ചു. ഒന്ന് അറിയപ്പെടുന്ന പ്രപഞ്ചം, രണ്ട് അറിയപ്പെടാത്ത പ്രപഞ്ചം. ഒന്ന് നോൺ യൂണിവേഴ്സ്, രണ്ട് അൺനോൺ യൂണിവേഴ്സ്. ഹെർബർട്ട് സ്പെൻസേഴ്സ് ഫിലോസഫി ഡിവൈഡ്സ് എക്സിസ്റ്റൻസ് ഇൻടു നോബിൾ യൂണിവേഴ്സ് ആൻഡ് ദ അൺനോബിൾ യൂണിവേഴ്സ്. ഹെർബർട്ട് സ്പെൻസറുടെ ഫിലോസഫി എക്സിസ്റ്റൻസ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്, അതിനെയാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ അറിയാവുന്ന പ്രപഞ്ചഭാഗമെന്നും അറിയാൻ പാടില്ലാത്ത പ്രപഞ്ചഭാഗമെന്നും തിരിച്ചു. അറിയാവുന്ന പ്രപഞ്ചഭാഗം സയൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റിയൽ ഫിനോമിന ദറ്റ് ഈസ് ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ബൈ സയൻസ്. അറിയാൻ പാടില്ലാത്ത പ്രപഞ്ചഭാഗം എന്ന് പറയുന്നത് an ultimate reality that transcends human knowledge and conception. മനുഷ്യൻ്റെ അറിവ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതിനെയും ഭേദിച്ച് അതിനും അപ്പുറമുള്ള, അതിനെയും കടന്നു കൊണ്ടുള്ള അല്ലവ അതീന്ദ്രിയമായ, നമ്മുടെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന അറിവിനപ്പുറമുള്ള കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അത് അറിയാൻ പാടില്ലാത്ത പ്രപഞ്ചഭാഗം അൺനോബിൾ യൂണിവേഴ്സ് എന്നാണ് പറയുക. കാരണം പ്രപഞ്ചം എത്രമാത്രം വലുതാണോ അതിലൊരു പോയിന്റ് മാത്രമാണ് നമ്മൾ. ആ നമ്മുടെ ഈ സൗരയൂഥം അടങ്ങുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി പോലും വളരെ നിസാരമായ ഒന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തെ, ആ മിൽക്കി വേ തന്നെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തപ്പോൾ യഥാർത്ഥത്തിലുള്ള യൂണിവേഴ്സിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട്, അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ ശാസ്ത്രത്തിന് ഇനിയും കടന്നു ചെല്ലാൻ കഴിയാത്ത ഭാഗങ്ങൾ. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് പ്രപഞ്ചത്തെ അദ്ദേഹം മനസ്സിലാക്കിയാണ്. ദ സെഗ്മെൻറ്റ് ഓഫ് അൺനോൺ റിലേറ്റ്സ് ടു റിലീജിയൻ. അപ്പോൾ ഇന്ന് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എവിടെയാണ് ചർച്ച ചെയ്യുന്നത്? മതമാണിത് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് സബ്ജക്റ്റ് മാറ്റർ ഈസ് ഗോഡ് ആൻഡ് സോൾ. അതിൻ്റെ വിഷയം ദൈവം, ആത്മാവ് എന്നീ കാര്യങ്ങളാണ്. ഹെർബർട്ട് സ്പെൻസർ പറയുന്നു, റിലീജിയൻ ഈസ് ദ റെക്കഗ്നിഷൻ ദാറ്റ് ഓൾ തിങ്സ് ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് എ പവർ. എല്ലാം ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ അവതരണങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവനും എന്ന് മതം തിരിച്ചറിയുന്നതെന്ന് ഹെർബർട്ട് സ്പെൻസർ. വിച്ച് ട്രാൻസെൻഡ്സ് അവർ നോളജ്. നമ്മുടെ അറിവിനെയും കടന്ന് അതിനപ്പുറത്തുള്ള കാര്യങ്ങളെ വിശദീകരിച്ച് തരുന്നതാണ് മതം എന്ന്. ദി അൺനോൺ ഹാസ് നത്തിങ് ടു ഡു വിത്ത് സയൻസ്. ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് ഒന്നും ചെയ്യുവാൻ, വിശദീകരിക്കുവാനോ അതേക്കുറിച്ച് പറയുവാനോ ശാസ്ത്രം പ്രാപ്തമല്ല. സയൻസ് പെർട്ടൈൻസ് ടു ദ സെഗ്മെന്റ് ഓഫ് നോൺ. ശാസ്ത്രം അറിയാവുന്ന കാര്യങ്ങളുടെ വരുതിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. സയൻസ് ഈസ് ദ ഡിസ്കവറി ഓഫ് ദ കോസസ് ഓഫ് ദ നോൺ ഫിനോമിനൻ. അറിയാവുന്ന പ്രതിഭാസങ്ങളെ കണ്ടെത്തിയതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ നിന്നു പോകുന്നു. സയൻസ് ഓൾസോ ട്രൈസ് ടു എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് ദ മാറ്റർ. ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യം, അതിൻ്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. വിശദീകരിക്കാൻ ശാസ്ത്രം ശ്രമിക്കുന്നു. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലോസ് ഗവേണിംഗ് ഇറ്റ്സ് ഇവല്യൂഷൻ. ഒപ്പം തന്നെ
ഈ ദ്രവ്യം മാറ്റർ അത് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും ഈ മാറ്ററിന് ഉണ്ടാകുന്ന പരിണാമം അഥവാ ഇവല്യൂഷൻ എങ്ങനെയാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്താൻ ശാസ്ത്രം ശ്രമിക്കുന്നുണ്ട്. മാറ്ററിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ, മാറ്ററിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മെ വിശദീകരിച്ച് തരുവാൻ ശാസ്ത്രം ശ്രമിക്കുന്നുണ്ട്. സ്പെൻസർ വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ റൂൾസ് ആൻഡ് ലോസ് ഗവേണിംഗ് എവല്യൂഷൻ. സ്പെൻസർ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിരുന്ന വ്യക്തിയാണ്. അതായത് പരിണാമത്തെ വിശദമാക്കുന്ന നിയമങ്ങൾ ഇൻ ദ ഫിസിക്കൽ വേൾഡ്, ഭൗതിക ലോകത്ത്, ഓൾസോ അപ്ലൈ ടു സൊസൈറ്റി. എന്തൊക്കെയാണോ ഈ പ്രപഞ്ച പരിണാമത്തെ കാരണമാകുന്ന നിയമങ്ങൾ, അത് തന്നെയാണ് സമൂഹ പരിണാമത്തിലും നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് സ്പെൻസർ തൻ്റെ ആശയം മുന്നോട്ട് വെച്ചു. ദസ് അങ്ങനെ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹ്യ പരിണാമ സംബന്ധമായ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദ ലോസ് ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ. പ്രപഞ്ചത്തിൻ്റെ ഈ ഭൗതിക പരിണാമം, അതിന് പിന്നിൽ നിൽക്കുന്ന ആന്തരിക നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഹെർബർട്ട് സ്പെൻസർ ഊന്നിപ്പറഞ്ഞു. ഇവല്യൂഷൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഹെർബർട്ട് സ്പെൻസർ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ദ ഫിസിക്കൽ വേൾഡ്, ഭൗതിക ലോകത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ ഫണ്ടമെൻ്റൽ കോസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. എന്താണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അത് അത്യന്താപേക്ഷിതമാണ്, എസെൻഷ്യലാണ് എന്ന് ഹെർബർട്ട് സ്പെൻസർ കാണുന്നു. ബിസൈഡ്സ്, അതുകൂടാതെ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലോസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ നിയമങ്ങൾ, പ്രാഥമിക നിയമങ്ങൾ, ദ്വിതീയ നിയമങ്ങൾ, ഇവയും നാം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമാണ് ഇത് മനസ്സിലാവുകയുള്ളൂ. അക്കോർഡിംഗ് ടു സ്പെൻസർ, ദ ഫണ്ടമെൻ്റൽ കോസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ഈസ്, ഈ ഭൗതിക ലോകത്തിൻ്റെ അടിസ്ഥാന കാരണം, മൂലകാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എനർജിയാണ് എന്ന്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നോ ദ ഫോം ഓഫ് എനർജി. പക്ഷേ ആ മൂലകാരണമായ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരശിലയായിട്ടുള്ള ആ ഊർജം, അത് ഏതു തരത്തിലുള്ള ഊർജ രൂപമാണെന്ന് ഇന്നും നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. സോ ദ ഫോം ഓഫ് എനർജി ഈസ് അൺനോൺ. ഇറ്റ് കനോട്ട് ബി സീൻ, നമുക്കത് കാണാനാവുന്നതല്ല. ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ്. പക്ഷേ ആ പ്രപഞ്ച നിലനിൽപ്പിന് കാരണമായ ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ പല അവതരണങ്ങളായി നമുക്ക് മുന്നിൽ അനുഭവവേദ്യമാകുന്നുണ്ട്. ഇറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ ടു വേസ്. അത് രണ്ട് രീതിയിലാണ് അതിനെ തന്നെ പ്രപഞ്ചരൂപിയായ ഊർജത്തിൻ്റെ അവതരണത്തെ ദ്രവ്യം, ചലനം എന്നിങ്ങനെ രണ്ട് അവതരണങ്ങളിലൂടെയാണ് ആ ഊർജം നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകുന്നത് എന്ന് ഹെർബർട്ട് സ്പെൻസർ വാദിക്കുന്നു. സോ ദ്രവ്യവും മാറ്ററും അതുപോലെ തന്നെ എനർജിയും, ആസ് ഫണ്ടമെൻ്റൽ ഇൻവിസിബിൾ എനർജി ബിക്കംസ് ആക്റ്റീവ്, അടിസ്ഥാനവും എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്തതുമായ അദൃശ്യവുമായ ഊർജം സജീവ പ്രവർത്തനത്തിലാകുമ്പോൾ അഥവാ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ആസ് മാറ്റർ, അതിനെ സ്വയം ദ്രവ്യമായി അവതരിപ്പിക്കുന്നു. ആൻഡ് മോഷൻ, അതുപോലെ തന്നെ ചലനമായി അവതരിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് മാറ്റർ ആൻഡ് മോഷൻ, ഈ ദ്രവ്യത്തിൻ്റെയും ചലനത്തിൻ്റെയും പരസ്പര പ്രവർത്തനം കൊണ്ട് ദറ്റ് ദ ഇവല്യൂഷൻ ടേക്ക് പ്ലേസ്, ഇവിടെ പരിണാമം സംഭവിക്കുന്നു എന്ന്. ദി ഇവല്യൂഷൻ ഓഫ് മാറ്റർ, അതായത് ദ്രവ്യത്തിന് പരിണാമം സംഭവിക്കുന്നു, ഒപ്പം തന്നെ മോഷനും ഇത്തരത്തിൽ ഇതിനെ സഹായിക്കുന്നുവെന്ന്. ആൻഡ് മോഷൻ ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് ടു സർട്ടൺ സ്പെസിഫിക് ലോസ്. പക്ഷേ ഈ ദ്രവ്യത്തിനുണ്ടാകുന്ന പരിണാമത്തിനും ചലനത്തിനും ഒക്കെ പിന്നിൽ ഒരു നിശ്ചിതമായ നിയതമായ നിയമം ഈ പ്രപഞ്ചത്തിൽ അനുവർത്തിക്കപ്പെടുന്നുണ്ട് എന്നത് വളരെ കൃത്യമാണ് എന്നുകൂടെ ഹെർബർട്ട് സ്പെൻസർ പറയുന്നു. സം ഓഫ് ദീസ് ലോസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആർ കോൾഡ് പ്രൈമറി ലോസ്. ഈ നിയമത്തിൽ ചിലത് വളരെ പ്രധാനമായതുകൊണ്ടാണ് നമ്മളതിൻ്റെ പിന്നിലുള്ള ഈ നിയമങ്ങളെ, അതിപ്രധാന നിയമങ്ങളെ പ്രൈമറി ലോസ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചിലത് അതിൻ്റെ ഉപനിയമങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡറി ലോസ് എന്ന് പറയുന്നത്. while less important laws are known as auxiliary or secondary. ഇപ്പോൾ ഈ പ്രൈമറി ലോസ്, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ പ്രാഥമിക നിയമങ്ങളും ദ്വിതീയ നിയമങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നും സ്പെൻസർ പറയുന്നു. അതിത്രയാണ്. ഫസ്റ്റ്ലി വി ഷാൽ ഡിസ്കസ് ദ പ്രൈമറി ലോസ്. എനർജി ഓർ ഫോഴ്സ്
ടെൻസ് ടു പെർസിസ്റ്റ്. ഇവിടെ എനർജി അഥവാ ശക്തി അത് നിലനിൽക്കുന്നുണ്ട്, അതിന് അന്ത്യമില്ല എന്ന്. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് എനർജി ദർ ഇസ് നോട്ട് ഡിമിനിഷൻ ഓർ ഇൻക്രീസ് ഇൻ ദ എനർജി ഇൻ ദ കോഴ്സ് ഓഫ് ഇവല്യൂഷണറി ചേഞ്ച്. പരിണാമത്തിൻ്റെ മാറ്റത്തിൻ്റെ ഇടയിൽ അതിൻ്റെ പാതയിൽ ഒരിടത്തും പ്രപഞ്ചത്തിലെ ഊർജത്തിന് ഇടിവുണ്ടാകുന്നില്ല, ഡിമിനിഷൻ ഉണ്ടാകുന്നില്ല, വർധനവും ഉണ്ടാകുന്നില്ല എന്ന്. ദ ക്വാണ്ടം ഓഫ് എനർജി ഈസ് പെർസിസ്റ്റന്റ്. ഊർജത്തിൻ്റെ അളവ്, ആ യൂണിറ്റ് അത് അതേപടി തന്നെയാണ് നിൽക്കുന്നത്. ഇറ്റ് അണ്ടർഗോസ് നോ ചേഞ്ച്. അതിന് മാറ്റത്തിന് യാതൊരു തരത്തിലും മാറ്റത്തിന് അത് വിധേയമാകുന്നില്ല എന്ന്. ദ എനർജി ഈസ് ദ കോസ് ഓഫ് ഇവല്യൂഷൻ. ഈ എനർജിയാണ് ഇവല്യൂഷന് കാരണമാകുന്നത്. ഈ എനർജിക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും കൂടുന്നുമില്ല, കുറയുന്നുമില്ല. പ്രപഞ്ചമുണ്ടായ കാലത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതേ അളവിൽ തന്നെ അതിപ്പോഴും നിലനിൽക്കുന്നു. അത് നശിപ്പിക്കപ്പെടാനും കഴിയില്ല, അത് മാറുന്നു എന്ന് മാത്രം. എനർജി ഈസ് ദ കോസ് ഓഫ് ഇവല്യൂഷൻ. ആ മാറുന്ന ഊർജം തന്നെയാണ് പരിണാമത്തിൻ്റെ അടിസ്ഥാന കാരണമെന്നും ബട്ട് ഈസ് ഇറ്റ്സെൽഫ് അൺഅഫക്റ്റഡ് ബൈ ദ എവല്യൂഷണറി പ്രോസസ്. പക്ഷേ ഈ പരിണാമ പ്രക്രിയകളാൽ ആ ഊർജത്തിന് മാത്രം പരിണാമമുണ്ടാകുന്നില്ല എന്നും ശ്രദ്ധേയമാണ്. രണ്ടാമത്തെ പ്രൈമറി ലോ എന്ന് പറയുന്നത് ദ മാറ്റർ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ദ്രവ്യത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്നത്. അക്കോർഡിംഗ് ടു സ്പെൻസർ, മാറ്റർ വിച്ച് ഈസ് വൺ ഫോം ഓർ ആസ്പെക്ട് ഓഫ് എനർജി ഈസ് നെവർ ഡിസ്ട്രോയിഡ്. ഊർജത്തിൻ്റെ ഒരു രൂപമാണ് ദ്രവ്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഊർജം നശിപ്പിക്കപ്പെടുന്നില്ലാത്തതുപോലെ തന്നെ ഊർജത്തിൻ്റെ രൂപമായ ദ്രവ്യവും മാറ്ററും നശിപ്പിക്കപ്പെടുന്നില്ല. നെവർ ഡിസ്ട്രോയിഡ്. അത് കൂടുന്നുമില്ല, കുറയുന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ തന്നെ മറ്റൊരു വെർഷനാണ്. പെർമനൻ്റ്, അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇറ്റ് മേ അണ്ടർഗോ ഫോർമൽ ചേഞ്ചസ്. അതിന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ബട്ട് ഇറ്റ് കനോട്ട് വിതർ അവേ. അതൊരിക്കലും പൊഴിഞ്ഞില്ലാതായി പോവുകയില്ല. ഓർ വാനിഷ് ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമില്ല. ആ മാറ്റർ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ദ ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് മാറ്റർ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇവല്യൂഷണറി പ്രോസസ്. മാറ്ററിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഈ പരിണാമ പ്രക്രിയയ്ക്ക് ഉത്തരവാദി. ബട്ട് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് മാറ്റർ നെവർ ചേഞ്ചസ്. പക്ഷേ ഈ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒരിക്കലും മാറുന്നുമില്ല. ദർഫോർ, അതുകൊണ്ട് മാറ്റർ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ദ്രവ്യം ഒരിക്കലും നശിപ്പിക്കാനാവാത്ത ഒന്നാണ് എന്ന്. മൂന്നാമത് പറഞ്ഞ പ്രൈമറി ലോ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ചില നിയമങ്ങൾ വളരെ പ്രധാനമാണ്, പ്രൈമറി ലോസ് എന്നറിയപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞ പ്രൈമറി ലോയാണ് മാറ്റർ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. മൂന്നാമത് പറയുന്ന പ്രൈമറി ലോ മോഷൻ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ചലനത്തെയും നശിപ്പിക്കാനാവില്ല. ദ തേർഡ് പ്രൈമറി ലോ ഈസ് ദ ലോ ഓഫ് മോഷൻ. ഇത് ചലന നിയമം എന്ന് നമുക്ക് പറയാം. ലൈക്ക് മാറ്റർ, ദ്രവ്യത്തിന് സംഭവിക്കുന്നത് പോലെ മോഷൻ ഈസ് ഓൾസോ നെവർ ഡിസ്ട്രോയിഡ്. ചലനത്തെയും ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. നമുക്കതിനെ വഴിതിരിച്ചു വിടാൻ സാധിക്കാം, പക്ഷേ അതിനൊരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ദ മോഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് നെവർ ഓൺലി ഡിസിപ്പേറ്റഡ്. ഈ ചലനമെന്ന് പറയുന്നത് നിരന്തരമാണ്, അതൊരിക്കലും പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയുമില്ല. ദർ ആർ ഓഫ് കോഴ്സ് ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് മോഷൻ. പക്ഷേ ചലനത്തിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടായേക്കാം. ഇറ്റ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് ദീസ് ചേഞ്ചസ്. ഈ മാറ്റങ്ങൾ മൂലമാണ് ഇൻ ദ ഫോം ദാറ്റ് ദർ ആർ സ്റ്റേജസ് ഇൻ ദ എവല്യൂഷണറി പ്രോസസ്. ഈ പരിണാമ പ്രക്രിയയിൽ വിവിധ വികാസ ഘട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പ്രൈമറി ലോസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിനെ സംബന്ധിച്ചുള്ള സെക്കൻഡറി ലോസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള സെക്കൻഡറി ലോസ് ഓഫ് എവല്യൂഷൻ? ബിസൈഡ്സ് ദ എബോവ് മെൻഷൻഡ് 3 പ്രൈമറി ലോസ് ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ. ഫിസിക്കൽ എവല്യൂഷനെ സംബന്ധിച്ച 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം സ്പെൻസർ ഹാസ് എന്യൂമറേറ്റഡ് 4 സെക്കൻഡറി ലോസ് ഓഫ് എവല്യൂഷൻ. 4 ദ്വിതീയ നിയമങ്ങളും കൂടെ പരിണാമത്തെ സംബന്ധിച്ച് ഹെർബർട്ട് സ്പെൻസർ എന്ന ഈ ഇംഗ്ലീഷ് സോഷ്യോളജിസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇവയാണ്: ഹാർമണി ഓഫ് ഓൾ ലോസ്. എല്ലാ നിയമങ്ങളും പൊരുത്തപ്പെടുന്നുണ്ട്, പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ട്. ഹാർമണി എന്ന് പറഞ്ഞാൽ സമന്വയമാണ്, സമതാളമാണ്, സമരസപ്പെടുന്നുണ്ട്. അക്കോർഡിംഗ് ടു സ്പെൻസർ ദർ മസ്റ്റ് ബി എ ഹാർമണി എമംഗ് ദ വേരിയസ് ലോസ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിൻ്റെ വിവിധ നിയമങ്ങൾ ഒന്ന് മറ്റൊന്നിന് ഘടകവിരുദ്ധമാകുന്നത് ഒരിക്കലും സംഭവിക്കുന്നില്ല. തീർച്ചയായും അവിടെ ഒരു സമന്വയവും സമതാളവും ഉണ്ടാകുന്നുണ്ട്. നോ 2 ലോസ് ഷുഡ് കോൺട്രഡിക്റ്റ് ഈച്ച് അതർ.
ഏതൊരു രണ്ട് പ്രപഞ്ച നിയമവും പരസ്പരം വൈരുദ്ധ്യമാവുകയില്ല എന്നതാണ് ഉപനിയമം. ഇനി 2, പ്രിൻസിപ്പിൾ ഓഫ് ഫോർമൽ ചേഞ്ചസ് ആൻഡ് യൂണിഫോമിറ്റി. ഫോർമൽ ചേഞ്ചസ് സംബന്ധിച്ചും സമാനതയെ സംബന്ധിച്ചുമുള്ള തത്വമാണ് രണ്ടാമത്തെ ഉപനിയമം. അക്കോർഡിംഗ് ടു ദിസ് ലോ, നെയ്തർ മാറ്റർ നോർ മോഷൻ ഈസ് എവർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ദ്രവ്യമോ അതുപോലെ തന്നെ ചലനമോ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നില്ല. ദീസ് അണ്ടർഗോസ് ചേഞ്ചസ് ഇൻ ദ ഫോം ഓൺലി. അവയുടെ രൂപത്തിൽ മാത്രം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നർത്ഥം. ഓഫ് കോഴ്സ്, തീർച്ചയായും, ഈവൻ ഡ്യൂറിങ് ഫോർമൽ ചേഞ്ച്, ഒരു ഭൗതികമായ ഊർജരൂപം ആവട്ടെ, അതിന് ഒരു മാറ്റമുണ്ടാകുന്നതിനിടയിൽ പോലും ദ ക്വാണ്ടം ഓഫ് മാറ്റർ ഓഫ് മോഷൻ റിമെയിൻസ് സ്റ്റാറ്റിക്. ആ ചലനത്തിന് കാരണമായ ആ ദ്രവ്യവസ്തു അതപ്പോഴും അതേ അളവിൽ പടിയിലും അവിടെ നിലകൊള്ളുന്നു എന്നതാണ്. ഇതാണ് ഈ രണ്ടാമത്തെ ഉപനിയമം, പ്രിൻസിപ്പിൾ ഓഫ് ഫോർമൽ ചേഞ്ചസ് ആൻഡ് യൂണിഫോമിറ്റി. മൂന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ഓർ ഗ്രേറ്റ് അട്രാക്ഷൻ. ഏറ്റവും കുറഞ്ഞ പ്രതിരോധം അതുപോലെ ഏറ്റവും കൂടിയ ആകർഷണം എന്ന തത്വമാണ്. അക്കോർഡിംഗ് ടു ദിസ് തേർഡ് ലോ ഓഫ് ഇവല്യൂഷൻ, ദ ഡയറക്ഷൻ ഓഫ് ഇവല്യൂഷൻ ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ ലൈൻ ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. പരിണാമത്തിൻ്റെ ഈ നേർരേഖാ ചലനമെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധത്തിൻ്റെയും ഏറ്റവും കൂടിയ ആകർഷണത്തിൻ്റെയും ഘട്ടമാണ് എന്ന് പറയേണ്ടി വരും. നാലാമത്തെ നിയമം, ഉപനിയമം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാജുവൽ മോഷൻ, ക്രമേണ ഉണ്ടാകുന്ന ചലന നിയമമാണ്. ഫോർ ഇവല്യൂഷൻ മോഷൻ ഈസ് എസെൻഷ്യൽ. പരിണാമം നടക്കണമോ ചലനം അത്യാവശ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പക്ഷേ അത് ആവശ്യമില്ല. അതായത് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ദാറ്റ് മോഷൻ ഷുഡ് ബി അറ്റ് വൺ ലെവൽ അറ്റ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും ഒരേ തലത്തിൽ തന്നെ ആയിരിക്കണം ചലനം എന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ സ്പീഡ് അപ്പ് ഓർ സ്ലോ ഡൗൺ. ചിലപ്പോൾ ചലനം വേഗത്തിലാവാം, ചിലപ്പോൾ ചലനം സാവകാശത്തിലുമാവാം. ഇതാണ് 4 ഉപനിയമങ്ങൾ അഥവാ സെക്കൻഡറി ലോസ്. സോ ഇവയെ സംബന്ധിച്ച്, ഈ പരിണാമത്തെ സംബന്ധിച്ച്, ഭൗതിക പരിണാമത്തെ സംബന്ധിച്ച്, ദ്രവ്യത്തിൻ്റെ ചലനത്തിൻ്റെ പരിണാമത്തെ സംബന്ധിച്ച് 3 പ്രാഥമിക നിയമങ്ങളും 4 ദ്വിതീയ നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ഹെർബർട്ട് സ്പെൻസർ പറയാൻ പോകുന്ന ഇവല്യൂഷൻ തിയറി നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ചേഞ്ചിൻ്റെയും മാറ്ററിൻ്റെയും ടൈമിൻ്റെയും ഇവല്യൂഷനെ സംബന്ധിച്ചുള്ള ബേസിക് ലോസ് നമ്മൾ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് നമ്മൾ ചർച്ച പോകുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ്. എന്താണ് ഈ പരിണാമ പ്രക്രിയയുടെ പൊതുവെയുള്ള സവിശേഷത? ഹാവിംഗ് ഡിസ്കസ്ഡ് ദ 7 ലോസ് ഓഫ് ഇവല്യൂഷൻ, 3 പ്രൈമറി ലോസ്, 4 സെക്കൻഡറി ലോസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവ ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്പെൻസർ അണ്ടർടേക്സ് എ ഡിസ്കഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. പരിണാമ പ്രക്രിയ എന്ന് പറയുന്നതിനെ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അക്കോർഡിംഗ് ടു ഹിം, എവല്യൂഷൻ പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് മാറ്റർ ആൻഡ് കൺകമിറ്റൻറ്റ് ഡിസിപ്പേഷൻ ഓഫ് മോഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പരിണാമ പ്രക്രിയയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ദ്രവ്യത്തിൻ്റെ. ഒപ്പം തന്നെ ചലനത്തിൻ്റെ ഇതോടൊപ്പം തന്നെയുള്ള ഒരു പൊരുത്തമില്ലായ്മയുമാണ്. അതായത് സ്പെൻസർ അവേഴ്സ് ദാറ്റ് ഇവല്യൂഷൻ ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് മാറ്റർ. സ്പെൻസർ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഈ പരിണാമം എന്ന് പറയുന്നത്, ഇവല്യൂഷൻ എന്ന് പറയുന്നത് മാറ്റർ തീർച്ചയായിട്ടും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് കൺകമിറ്റൻറ്റ് ഡിസിപ്പേഷൻ ഓഫ് മോഷൻ ഡ്യൂറിങ് വിച്ച് അതിനിടയിൽ മാറ്റർ പാസസ് ഫ്രം ആൻ ഇൻഡെഫിനിറ്റ് ഇൻകോഹറൻറ്റ് ഹോമോജനിറ്റി ടു എ ഡെഫിനിറ്റ് കോഹറൻറ്റ് ഹെട്രോജനിറ്റി. ദ്രവ്യം എന്ന് പറയുന്നത് ഒരു അനിശ്ചിതമായ ഇൻഡെഫിനിറ്റായ ഒരു ഇൻകോഹറൻ്റായ സമാന സ്വഭാവതയിൽ നിന്നും ഒരു നിശ്ചിതമായ കൊഹറൻ്റായ ഹെട്രോജനിറ്റിയിലേക്ക്, വൈവിധ്യാത്മകതയിലേക്ക് മാറുന്നുണ്ട് എന്നതുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പരിണാമം എന്നത് ദ്രവ്യത്തിൻ്റെ സംയോജനവും അതോടൊപ്പം ചലനത്തിൻ്റെ വിസർജനവുമാണ്. ഈ സമയത്ത് ദ്രവ്യം അനിശ്ചിതമായ പൊരുത്തമില്ലാത്ത ഒരു ഏകതാ സ്വഭാവം അഥവാ ഹോമോജനിറ്റിയിൽ നിന്ന് ഒരു ഡെഫിനിറ്റായ സ്ഥിരതയുള്ള ഒരു ഡൈവേഴ്സിറ്റിയിലേക്ക്, വൈവിധ്യത്തിലേക്ക് അത് മാറുന്നു എന്ന്
അപ്പോൾ ഒരു കാലത്ത് അത് ഹോമജിനിറ്റിയിൽ ഉള്ള ഒരു ദ്രവ്യമായിരുന്നെങ്കിൽ അത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒന്നിലേക്ക് മാറുന്നു, ഹെട്രോജനസ് ആയിട്ടുള്ള ഒന്നിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒന്ന് അനിശ്ചിതമായ ഒരവസ്ഥയായിരുന്നു ദ്രവ്യത്തിനുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നിശ്ചിതമായ ഒരവസ്ഥയിലേക്ക് മാറ്റുന്നു. ഒരു കാലത്ത് സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയായിരുന്നു ദ്രവ്യത്തിനുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതിന് സ്ഥിരതയുള്ള ഒന്നിലേക്ക് മാറുന്നു. ഇതാണ് അപ്പോൾ ഏകതാനത സ്വഭാവത്തിൽ നിന്ന്, ഹോമജിനിറ്റിയിൽ നിന്ന് ഡൈവേഴ്സിറ്റിയിലേക്ക് അത് മാറുന്നുണ്ട് ദ്രവ്യം. ദ ക്രക്സ് ഓഫ് സ്പെൻസേഴ്സ് തിയറി ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ, സ്പെൻസറുടെ ഭൗതിക പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആ ആത്യന്തികമായ പ്രധാനപ്പെട്ട ചർച്ചാ ഭാഗം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു സ്പെൻസർ, ഇസ് ദാറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ലേറ്റന്റ് ബിക്കംസ് എ മാനിഫെസ്റ്റ്. അന്തർലീനമായി ഒളിഞ്ഞു കിടന്നത് ഇതാ ഇപ്പോൾ പ്രത്യക്ഷമായി മാറുന്നു. ആൻഡ് ദാറ്റ് ഇൻഡെഫിനിറ്റ് പാസസ് ടുവേർഡ്സ് ഡെഫിനിറ്റ്നെസ്. ഇതുവരെയും അനിശ്ചിതമായിരുന്നത് ഇതാ നിശ്ചിതമായി മാറുന്നു. ആൻഡ് ലാസ്റ്റ്ലി ഹോമോജിനിയസ് മാസ് ഓഫ് മാറ്റർ, ദ്രവ്യത്തിൻ്റെ ഏകമാന സ്വഭാവമുള്ള ഒന്ന് ഇതാ മാറുന്നു. ബിക്കംസ് മോർ ആൻഡ് മോർ ഡിഫറൻഷിയേറ്റഡ്, കൂടുതൽ വൈവിധ്യാത്മകമായി മാറുന്നു. സ്പെൻസറുടെ ഭൗതിക പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാതൽ ഇത്രയാണ്. പരിണാമ പ്രക്രിയയിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയം ഇതാണ്. ഒരിക്കൽ ഒഴിഞ്ഞിരുന്ന അത് ഇതാ കൂടുതൽ പ്രകടമാകുന്നു. ഒരിക്കൽ അനിശ്ചിതമായത് ഇതാ കൂടുതൽ നിശ്ചിതമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഒടുവില മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ ആ ഹോമജീനിറ്റിയുള്ള ആ മാസ്, ഏകമാന സ്വഭാവമുള്ള പിണ്ഡം, അത് ഇപ്പോൾ കൂടുതൽ വ്യത്യസ്തമായി തീരുന്നു, ഡൈവേഴ്സായി തീരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഭൗതിക പരിണാമ സിദ്ധാന്തം, ഫിസിക്കൽ എവല്യൂഷൻ തിയറി എന്ന്. അപ്പോൾ സ്പെൻസർ പറഞ്ഞു, ഞാൻ സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം ചർച്ച ചെയ്തത് ഫിസിക്കൽ എവല്യൂഷൻ തിയറിയും ബയോളജിക്കൽ എവല്യൂഷൻ തിയറിയും രണ്ടും ചർച്ച ചെയ്തതിന് ശേഷം ഈ എന്താണ് ഫിസിക്കൽ എവല്യൂഷൻ തിയറി എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്താണ് ബയോളജിക്കൽ എവല്യൂഷൻ തിയറി എന്നതിനെക്കുറിച്ച് ചാൾസ് ഡാർവിൻ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ഒരു ധാരണയുണ്ട്. ഈ രണ്ട് ധാരണകളെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന സോഷ്യൽ എവല്യൂഷൻ തിയറിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടാണ് ഹെർബർട്ട് സ്പെൻസർ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബയോളജിക്കൽ എവല്യൂഷൻ തിയറി മുന്നോട്ട് വെച്ച ചാൾസ് ഡാർവിനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാൾസ് ഡാർവിൻ്റെ ബയോളജിക്കൽ എവല്യൂഷൻ തിയറി എന്താണ് എന്ന് കൂടി നമ്മൾ പറയാം. ആസ് ഹാസ് ബീൻ റെഫേർഡ് ടു അബവ് ദ സോഷ്യൽ തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമത്തിൻ്റെ ആ സോഷ്യൽ തിയറി സ്പെൻസർ മുന്നോട്ട് വെച്ചത് ഇസ് ബേസ്ഡ് അപ്പോൺ ഹിസ് തിയറീസ് ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ തിയറി ഓഫ് എവല്യൂഷനും ബയോളജിക്കൽ തിയറി ഓഫ് എവല്യൂഷനും രണ്ടിനെ ബേസ് ചെയ്താണ്. ദെർഫോർ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് സ്പെൻസേഴ്സ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സ്പെൻസറുടെ സാമൂഹ്യ പരിണാമത്തിൻ്റെ സിദ്ധാന്തം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ എവല്യൂഷൻ തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്പെൻസർ ഹാസ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ബയോളജിക്കൽ എവല്യൂഷൻ്റെ വിവിധ വശങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു. ദ ബയോളജിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ ഓഫ് സ്പെൻസർ മേ ബി ഡിസ്ക്രൈബ്ഡ് ദസ്. സ്പെൻസർ പറഞ്ഞ ബയോളജിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ ഇങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം. അനിമൽ ഹാസ് ടു സ്ട്രഗിൾ ടു പ്രിസർവ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. ജീവജാലങ്ങൾക്ക് അവയുടെ നിലനിൽപ്പിനെ വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടി വന്നു ഈ പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ അവയ്ക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അപ്പോൾ നിലനിൽപ്പിന് ഒരു വലിയ സമരം ജീവജാലങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഈസ് നോട്ട് കൺഫൈൻഡ് ടു എനി വൺ ആസ്പെക്ട് ഓഫ് ലൈഫ് ബട്ട് പെർവേഡ്സ് ഓൾ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചുണ്ടായതല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ മുന്നോട്ട് പോവുക എന്നുള്ളതിന് തടസ്സം വരുന്ന പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു സ്പെൻസറുടെ അഭിപ്രായത്തിൽ സ്ട്രോങ് ആർ ഓൾവേസ് വിക്ടോറിയസ്, ശക്തന്മാർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. ഓൺലി സ്ട്രോങ് ക്രീച്ചേഴ്സ് സർവൈവ് ആൻഡ് ഇവോൾവ്. നോക്കൂ, ദിനോസറുകൾ ശക്തന്മാരായിരുന്നു, അനുകൂലമായ സാഹചര്യത്തിൽ അവയ്ക്ക് നിലനിൽക്കാൻ കഴിയാതെ പോയി. അപ്പോൾ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നിലനിൽക്കാൻ കഴിയുന്നവനെയാണ് ശക്തനെന്ന് വിളിക്കേണ്ടത് എന്ന് സ്പെൻസർ അടിവരയിട്ട് പറയുന്നു. ദ വീക്ക് ഈസ് ഗ്രാജുവലി എലിമിനേറ്റഡ്. മാറുന്ന സാഹചര്യത്തിൽ ആരാണ് ശക്തൻ, ആരാണ് ദുർബലൻ എന്ന് സാഹചര്യത്തിന് മാറ്റങ്ങൾക്കനുസരിച്ച് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. സോ അതുകൊണ്ട് ദുർബലൻ എപ്പോഴും ഗ്രാജുവലി, ക്രമേണ ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു, എലിമിനേറ്റ് ആകുന്നു. ഇറ്റ് മസ്റ്റ് ബി എംഫസൈസ്ഡ് ഹിയർ ദാറ്റ്, ഇത് ഊന്നി പറയേണ്ടതുണ്ട്. അതായത് ദ ടേം സ്ട്രോങ് ഹാസ് ബീൻ യൂസ്ഡ് ഹിയർ ഇൻ ദ സ്പെഷ്യൽ സെൻസ്. ശക്തനാണെന്ന് പറയുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എ സ്ട്രോങ് ക്രീച്ചർ ഈസ് വൺ ഹു ഹാസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് വിത്ത് ദ എവർ ചേഞ്ചിങ് കണ്ടീഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്.
നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം പൊരുത്തപ്പെടുത്താൻ കഴിവുള്ള എബിലിറ്റി ഉള്ള ഒരു ജീവിയെ, സൃഷ്ടിയെ മാത്രമേ ശക്തൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എ സ്ട്രോങ് ക്രീച്ചർ ഇസ് വൺ ഹു ഹാസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് വിത്ത് ദ എവർ ചേഞ്ചിങ് കണ്ടീഷൻസ് ഓഫ് എൻവയോൺമെന്റ്. അപ്പോൾ ശക്തൻ എന്നതിന് നമ്മൾ കൺവെൻഷനലായി നൽകിയിരിക്കുന്ന ഡെഫിനിഷൻസ് അല്ല നോക്കേണ്ടതെന്ന് സ്പെൻസർ അടിവരയിട്ട് പറയുന്നു. A creature unable to make adjustment with the changing circumstances is weak. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടാൻ കഴിയാതെ പോകുന്ന ജീവി ദുർബലമായ ജീവി തന്നെയാണ്, കരുത്തില്ലാത്ത ജീവി തന്നെയാണ്. ആൻഡ് ഇസ് ലയബിൾ ടു പെരിഷ്, അത് നശിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഇസ് ലയബിൾ ടു പെരിഷ്, പെരിഷ് എന്ന് പറഞ്ഞാൽ നശിക്കുകയാണ്. The weak are unable to cope with the circumstances. ദുർബല ജീവികൾക്ക് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പൊരുത്തപ്പെടുവാൻ, കോപ്പ് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെടുകയാണ്, പൊരുത്തപ്പെടുവാനായിട്ട് അവയ്ക്ക് കഴിവില്ല, ശേഷിയില്ല. The gradually mounting impact of adverse circumstances wears down the creature in the long run and they will perish. അതായത് ക്രമേണ മല പോലെ കൂടി വരുന്ന പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ആ ജീവിയെ പരിക്ഷീണിതനാക്കുന്നു. വേസ് ഡൗൺ ദ ക്രീച്ചർ ഇൻ ദ ലോങ് റൺ, കാലയളവിൽ അത് നശിക്കുന്നു. ആൻഡ് ദേ വിൽ പെരിഷ് ഇവൻച്വലി, ആത്യന്തികമായി അവ നശിക്കുന്നു. ഹെർബർട്ട് സ്പെൻസർ അഡാപ്റ്റഡ് ഹിസ് പ്രിൻസിപ്പിൾ ഓഫ് ഇവല്യൂഷൻ ഫ്രം ഡാർവിൻ. നമുക്കറിയാം ഈ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്ന തിയറി ബേസിക്കലി അത് ചാൾസ് ഡാർവിൻ്റെ തിയറിയാണ്. അതിൽ നിന്ന് അദ്ദേഹം അഡാപ്റ്റ് ചെയ്തതാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലേറ്റർ ഓൺ, പിന്നീട് സ്പെൻസർ യൂസ്ഡ് സെയിം പ്രിൻസിപ്പിൾസ് ടു പ്രൊപ്പൗണ്ട് ഹിസ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. ഇതേ തത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എവല്യൂഷൻ എന്ന ആശയം പറയുവാനായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. തിയറീസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സാമൂഹിക പരിണാമത്തിൻ്റെ സിദ്ധാന്തങ്ങൾ. സ്പെൻസർ യൂട്ടിലൈസ്ഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻ. നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്ത ഭൗതിക പ്രപഞ്ചത്തിന് പരിണാമം ഉണ്ടാകുന്നു, മാറ്ററും ടൈമും മാറിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ നശിപ്പിക്കപ്പെടത്തില്ല. ഇതാണ് ഫിസിക്കൽ എവല്യൂഷൻ തിയറി. ബയോളജിക്കൽ എവല്യൂഷൻ തിയറി, സാഹചര്യത്തിനനുസരിച്ച് നിലനിൽക്കാൻ ശക്തിയില്ലാത്തവ നശിച്ചു പോകും എന്ന ചാൾസ് ഡാർവിൻ്റെ തിയറി. അപ്പോൾ ഇതാണ് ബയോളജി. ഈ രണ്ട് കാര്യങ്ങളെയും ബേസ് ചെയ്താണ് സ്പെൻസർ അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് തൻ്റെ സോഷ്യൽ എവല്യൂഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും. ദി അനാലിസിസ് ഓഫ് ഫിസിക്കൽ എവല്യൂഷൻ കൺവിൻസ്ഡ് സ്പെൻസർ ദാറ്റ് ഈ ഫിസിക്കൽ എവല്യൂഷൻ തിയറിയെ വിശകലനം ചെയ്യുമ്പോൾ സ്പെൻസർ ഒരു കാര്യം ബോധ്യപ്പെട്ടു, അതായത് ദ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ ഇവല്യൂഷൻ ആർ ടു. എല്ലാത്തരം പരിണാമങ്ങളുടെയും പിന്നിലുള്ള അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദീസ് ആർ ദാറ്റ് എവല്യൂഷണറി മൂവ്മെന്റ് ഈസ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒന്ന് പരിണാമ പ്രക്രിയ എപ്പോഴും ലളിത ഘടനയിൽ നിന്ന് സങ്കീർണ ഘടനയിലേക്കാണ് മുന്നോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത്. അതായത് സിമ്പിൾ ടു കോംപ്ലക്സ്, ലളിത ഘടനയിൽ നിന്ന് സങ്കീർണതയിലേക്ക്. രണ്ടാമത്തെ കാര്യം ഹോമോജിനിയസ് ടു ഹെറ്ററോജിനിയസ്, ഏകമാന സ്വഭാവമുള്ളതിൽ നിന്ന് പിന്നെ വൈവിധ്യാത്മക സ്വഭാവമുള്ളതിലേക്ക് തീർച്ചയായിട്ടും അത് മാറുന്നു എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് സോഷ്യൽ ഇവല്യൂഷനെ കുറിച്ച് സ്പെൻസർ പറഞ്ഞ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, വേർതിരിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. ദ എവല്യൂഷൻ ഈസ് ഓൾവേസ് എ മൂവ്മെന്റ് ഫ്രം ഇൻഡെഫിനിറ്റ് ആൻഡ് ഇൻകോഹറന്റ് സിറ്റുവേഷൻ ടു ഡെഫിനിറ്റ് ആൻഡ് കോഹറന്റ് സിറ്റുവേഷൻ. അനിശ്ചിതമായ അവ്യക്തമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നിശ്ചിതമായ വ്യക്തമായ ഒരു സാഹചര്യത്തിലേക്കുള്ള മുന്നോട്ടുള്ള സഞ്ചാരമോ ചലനമോ ആണ് പരിണാമം എന്ന് ഇവിടെ ഹെർബർട്ട് സ്പെൻസർ പറയുന്നു. അനിശ്ചിതമായതിൽ നിന്ന് കൂടുതൽ നിശ്ചിതമായ ഒന്നിലേക്കുള്ള മാറ്റം. Besides the underlying principles of physical evolution, namely a movement from simple to complex, സിമ്പിൾ ലളിത ഘടനയിൽ നിന്ന് സങ്കീർണ ഘടനയ്ക്കുള്ള ഒരു മുന്നോട്ടുള്ള നീക്കം, ഇതാണ് പരിണാമം, ഭൗതിക പരിണാമം എന്ന് അതിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ, ആൻഡ് ഹോമോജനിറ്റി ടു ഹെറ്ററോജനിറ്റി, അതായത് ഏകമാന സ്വഭാവമുള്ളതിനെയാണ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്, അതിൽ നിന്ന് വൈവിധ്യാത്മക സ്വഭാവമുള്ളതിനെയാണ് ഹെറ്ററോജനിറ്റി എന്നാണ്. അങ്ങോട്ടേക്കുള്ള മാറ്റത്തിൽ ഉപരി സ്പെൻസർ ഓൾസോ യൂട്ടിലൈസ് ദ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ജൈവ പരിണാമത്തിൻ്റെ ആ അടിസ്ഥാന തത്വം, അതായത് സർവൈവ് ചെയ്യാനായിട്ട് അവകാശമുള്ളത് ഏതുതരം ജീവികൾക്കാണ്?
സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുത്തുവാനായിട്ട് സ്വയം കഴിയുന്നവയ്ക്ക്, അഡ്ജസ്റ്റ് ദംസെൽസ് വിത്ത് ദോസ് ഓർഗാനിസംസ് ഓർ ദോസ് ക്രീച്ചേഴ്സ് ഹു ആർ ഏബിൾ ടു മേക്ക് എ ഇഫാക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. Spencer utilized these two principles to propound his theory of social evolution. ഈ രണ്ട് ആശയങ്ങളും തൻ്റെ സാമൂഹ്യ പരിണാമം എന്ന ആശയത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, പ്രൊപ്പൗണ്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്ന് പറയാം. അതായത് ഫിസിക്കൽ എവല്യൂഷൻ തിയറിയും അതുപോലെ തന്നെ ബയോളജിക്കൽ എവല്യൂഷൻ തിയറിയും. He put forward the theory that like physical evolution, ഭൗതിക പരിണാമത്തെ പോലെ തന്നെ in social evolution also there is a movement from simple to complex. സാമൂഹ്യ പരിണാമത്തിലും ലളിത ഘടനയിൽ നിന്ന് സങ്കീർണ ഘടനയിലേക്ക് ഒരു ചലനമുണ്ട് സമൂഹത്തിന് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. The society is gradually moving also from homogeneous structure to heterogeneous structure. സങ്കീർണമായ സമാന സ്വഭാവമുള്ള ഒരു ഘടനയിൽ നിന്ന് സമൂഹം മാറി കുറച്ചുകൂടി ഹെറ്ററോജിനിയസ് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് സമൂഹം മാറുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ബിസൈഡ്സ്, ഇതുകൂടാതെ സൊസൈറ്റി ഈസ് ഓൾസോ മൂവിങ് ഫ്രം ഇൻഡെഫിനിറ്റ് സ്റ്റേറ്റ് ടു ഡെഫിനിറ്റ് സ്റ്റേറ്റ്. സമൂഹം ഒരു അനിശ്ചിതമായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ നിശ്ചിതമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. Transporting the idea of a struggle for existence from biological evolution to social evolution, സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വയം പരിശ്രമം അഥവാ കഷ്ടപ്പാട് എന്ന് പറയുന്ന ആശയം ബയോളജിക്കൽ എവല്യൂഷനിൽ നിന്ന് സോഷ്യൽ എവല്യൂഷനിലേക്ക് അദ്ദേഹം കൊണ്ടുവരുമ്പോൾ സ്പെൻസർ പ്രപ്പോസ്ഡ് ദാറ്റ് ഓൺലി ദോസ് ക്രീച്ചേഴ്സ് കൾച്ചേഴ്സ് സർവൈവ് വിച്ച് ആർ ഏബിൾ ടു അഡ്ജസ്റ്റ് ദംസെൽസ് ടു ദ ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. ചില സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് സ്വയം പൊരുത്തപ്പെടുത്താൻ പരിശീലിച്ച സംസ്കാരങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ, ബാക്കി എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോകും എന്ന് സിദ്ധാന്തിക്കുന്നു അദ്ദേഹം. എ സ്ട്രോങ് കൾച്ചർ ഇസ് ദാറ്റ്, അപ്പോൾ ഏത് സംസ്കാരമാണ് ശക്തമായ സംസ്കാരം? അപ്പം നമുക്കത് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അതത് കാലത്ത് റോമ സംസ്കാരം ശക്തമായ സംസ്കാരമായിരുന്നു എന്ന് ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രീക്ക് സംസ്കാരം ശക്തമായ സംസ്കാരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരം ശക്തമായ സംസ്കാരമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതാണ് ശക്തമായ സംസ്കാരമെന്ന് അറിയണമെങ്കിൽ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതിനെ എത്ര കാലം അത് നശിക്കാതെ മുന്നോട്ട് പോകാനുള്ള കെൽപ്പുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എ സ്ട്രോങ് കൾച്ചർ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഏബിൾ ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ ചേഞ്ച് ഇൻ എൻവയോൺമെന്റ്. മാറുന്ന എൻവയോൺമെന്റിനനുസരിച്ച് സ്വയം പൊരുത്തപ്പെടുത്താൻ കഴിയുന്ന സംസ്കാരങ്ങളെ മാത്രമാണ് ശക്തമായ സംസ്കാരം എന്ന് പറയാൻ സാധിക്കും. ഇഫ് എ സിവിലൈസേഷൻ ഈസ് അൺഏബിൾ ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്, ഒരു സംസ്കാരത്തിന് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പൊരുത്തപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ ഇറ്റ് കേഴ്സ് ഇൻ ആൻഡ് ഗ്രാജ്വലി ബിക്കംസ് എക്സ്റ്റിങ്ക്റ്റ്. അത് സാവധാനത്തിൽ കൂട്ടിലടയ്ക്കപ്പെടുന്നു, ഒടുവിൽ പൂർണ്ണമായും നാമാവശേഷമാക്കപ്പെടുന്നു. സോഷ്യൽ ചേഞ്ചിൻ്റെ തിയറീസാണ് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ആഫ്റ്റർ ഗിവിംഗ് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഹിസ് തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ, സ്പെൻസർ പ്രസന്റഡ് പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഹിസ് തിയറി. സാമൂഹ്യ പരിണാമത്തിൻ്റെ ഒരു സിദ്ധാന്തപരമായ വിശദീകരണം നൽകിയതിന് ശേഷം സ്പെൻസർ തൻ്റെ സിദ്ധാന്തത്തിന് പ്രായോഗികമായ വിശദീകരണം നൽകി. ബൈ ഗിവിംഗ് ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ, ചരിത്രപരമായ ഒരു വിശദീകരണം നൽകിയതിനു ശേഷം സ്പെൻസർ ട്രൈഡ് ടു പ്രൂവ് ഹിസ് തിയറി. തൻ്റെ സിദ്ധാന്തത്തെ തെളിയിക്കാനായിട്ട് സ്പെൻസർ ശ്രമിച്ചു. അക്കോർഡിംഗ് ടു സ്പെൻസർ, പ്രിമിറ്റീവ് സൊസൈറ്റി വാസ് സിമ്പിൾ. സ്പെൻസറുടെ അഭിപ്രായത്തിൽ പ്രാഥമിക സമൂഹം വളരെ ലളിത സമൂഹമായിരുന്നു. എവറി ഇൻഡിവിജ്വൽ ലിവ്ഡ് ആൻ ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫ് ട്രൈങ് ടു ഡു എവറിത്തിങ് ബൈ ഹിംസെൽഫ്. ഓരോ വ്യക്തിയും ഒരു വ്യക്തികേന്ദ്രീകൃതമായ ജീവിതം തന്നെയായിരുന്നു അന്നൊക്കെ നടത്തിയത്. അതായത് തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വയം നിർമ്മിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് അവൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. എവരിബഡി വാസ് ക്വയറ്റ് ഇഗ്നറന്റ് അബൌട്ട് ആൻ ഓർഗനൈസ്ഡ് ലൈഫ്. സമൂഹമായിട്ടുള്ള സംഘടിതമായൊരു ജീവിതത്തെക്കുറിച്ച് ആർക്കും തന്നെ ഒരു പിടിയും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇൻ ദിസ് സെൻസ്, ഇങ്ങനെ പറയുമ്പോൾ പീപ്പിൾ വെർ ഹോമോജനസ്, ആളുകൾ ഏകമാന സ്വഭാവമായിരുന്നു. അതാണ് അർത്ഥം. അതാണ് ഏകമാന സ്വഭാവമുള്ള സമൂഹമായിരുന്നു. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി അവനവന് വേണ്ടുന്ന ഭക്ഷണം കണ്ടെത്തുന്നു. ഏതെങ്കിലും കാട്ടുകിഴങ്ങോ പഴങ്ങളോ പറിച്ച് കഴിക്കുന്നു. അത് പ്രത്യേകിച്ച് ഒരു സമൂഹമായിട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അന്ന്. സുലഭമായിരുന്നു പ്രപഞ്ചത്തിൽ ഇതെല്ലാം, പ്രകൃതിയിൽ ഇതെല്ലാം. അപ്പോൾ എന്നാൽ പിന്നീട് ഇതിന് മാറ്റം വരികയാണ്. അറ്റ് ദിസ് സ്റ്റേറ്റ് ദർ വാസ് നോ സിസ്റ്റം. ആ എല്ലാം അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ സ്വയം കണ്ടെത്തുന്ന ആ ഘട്ടത്തിൽ ഒരു ക്രമമുണ്ടായിരുന്നില്ല, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. നത്തിങ് ഡെഫിനിറ്റ്, വ്യക്തമായ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഓർ കൊഹറൻറ്റ്,
അല്ലെങ്കിൽ സമഗ്രമായതോ കൂട്ടിച്ചേർക്കപ്പെട്ടതോ ആയ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേ ഫോംഡ് ആൻ ഇൻഡെഫിനിറ്റ് ഇൻകോഹറൻറ്റ് ഹോമജിനിറ്റി ഉണ്ടോ. അതായത് അത് ഒരു അനിശ്ചിതമായ ഒരു സമഗ്രമായ സ്വഭാവമില്ലാത്ത, ഏകമാന സ്വഭാവമില്ലാത്ത ഒന്നായിട്ട്, ഏകമാന സ്വഭാവമുണ്ട് അല്ലെങ്കിൽ പലതുകൾ കൂട്ടിച്ചേർത്ത ആശയങ്ങളല്ലായിരുന്നു എന്നർത്ഥം. ബട്ട് ഗ്രാജുവലി വിത്ത് ഇൻക്രീസ് ഇൻ ദർ നോളജ്, പക്ഷേ മനുഷ്യരുടെ സംസ്കാരത്തിൽ, അറിവിൽ വർധനവുണ്ടായപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, ഒരു സാമൂഹ്യ സംവിധാനം നിലവിൽ വന്നു എന്നതാണ്. ദസ് സൊസൈറ്റി മൂവ്ഡ് ടുവേർഡ്സ് എ സ്റ്റേറ്റ് ഓഫ് ഡെഫിനിറ്റ്, കൂടുതൽ നിശ്ചിത സ്വഭാവമുള്ള, കോഹറൻ്റായ, കെട്ടുറപ്പുള്ള, ഹെട്രോജിനിറ്റി, വൈവിധ്യമുള്ള ഒന്നായി സമൂഹം അങ്ങനെ പുതിയൊരു അവസ്ഥയിലേക്ക് മുന്നേറി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.